ഹായ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ദുബായ് എക്സ്പോ 23 അതിൻ്റെ മെട്രോ സ്റ്റേഷനുള്ളത്. നമ്മൾ ദുബായിൽ ഓൾമോസ്റ്റ് ഇവിടുത്തെ മെയിൻ മെട്രോ സ്റ്റേഷനിലൊക്കെ നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ പേഴ്സണലി ഏറ്റവും ഫേവറേറ്റ് മെട്രോ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഈ എക്സ്പോ 2020 ഈ മെട്രോ സ്റ്റേഷനാണ്. അത് ശരിക്കും നമ്മുടെ മെട്രോ സ്റ്റേഷൻ്റെ ഒരു മെട്രോ ഇവിടെ രണ്ട് ലൈനാണ് ഇപ്പോൾ നിലവിൽ നമുക്കുള്ളത്. റെഡ് ലൈൻ, ഗ്രീൻ ലൈൻ എന്ന് പറഞ്ഞിട്ട് ദുബായിലുള്ള ആൾക്കാർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഈ രണ്ട് ലൈൻ എന്ന് പറയുന്നത് രണ്ട് റൂട്ടുകളാണ്. ഗ്രീൻ ലൈൻ എന്ന് പറയുന്നത് വേറൊരു റൂട്ടും റെഡ് ലൈൻ എന്ന് പറയുന്നത് വേറൊരു റൂട്ടും. അതിൽ ഈ റെഡ് ലൈനിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് എക്സ്പോ 2020 എന്ന് പറഞ്ഞത്. 2019 പ്ലാൻ ചെയ്ത എക്സ്പോ നടന്നത് 2021 കൊറോണ പാൻഡമിക് കാരണം. അപ്പൊ അതിന് ഇവന്റായി അതിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ആ ഒരു പ്ലേസിലേക്കുള്ള ഒരു മെട്രോ സ്റ്റേഷനാണ്. ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെട്രോ സ്റ്റേഷനാണ്. അപ്പൊ ഇവിടെ നമ്മൾ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ക്രിസ്മസ് സീസൺ ആണ്. ക്രിസ്മസിന് അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ എക്സ്പോ സിറ്റി അവർ കൺവേർട്ട് ചെയ്തിട്ട് പല പല ഈവെന്റ്സ് അങ്ങനെ കുറെ ഫംഗ്ഷൻസിന്റെ ഒക്കെ ഒരു പ്ലേസ് ആയിട്ട് ഇത് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ക്രിസ്മസിന്റെ സ്പെഷ്യാലിറ്റി ആയിട്ട് ഇവിടെ കുറെ ഈവെന്റ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ കുറച്ച് ഈവെന്റ്സ് ഒക്കെ ഇവിടെ ഓൾറെഡി ഓൺഗോയിങ് ആണ്. അപ്പൊ അതിൽ എന്താണ് ഇപ്പോൾ ഉള്ള സ്പെഷ്യല്, നമുക്ക് എന്താണ് അവിടുത്തെ കാഴ്ചകൾ, അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളിലേക്ക് പോകാം. ഓക്കെ, നമ്മളിപ്പോൾ ഈ വീഡിയോ കാണുന്നതാണ് എക്സ്പോ 2020 എന്ന് പറഞ്ഞിട്ടുള്ള ഈ മെട്രോ സ്റ്റേഷൻ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെട്രോ സ്റ്റേഷനാണ്. അതിന്റെ കൺസ്ട്രക്ഷൻ തന്നെ ഇവിടെ ഈ എക്സ്പോയിൽ പങ്കെടുത്ത ആൾക്കാർക്ക് ഒരു പോസിറ്റീവ് വൈബ് കൊടുത്ത് അവരെ എക്സ്പോയിലേക്ക് വെൽക്കം ചെയ്യുന്ന രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷൻ ആണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ ഈ ഒരു വാക്ക്വേയിൽ കൂടി നേരെ പോകുന്നത് എക്സ്പോ 2020 മെയിൻ എൻട്രൻസിലേക്കാണ്. അപ്പോൾ നമുക്ക് അവിടേക്ക് പോകാം. അങ്ങനെ ഈ സ്ലൈഡ് ഡോർ തുറന്ന് നമ്മൾ നേരെ എക്സ്പോ സിറ്റിയുടെ മെയിൻ എൻട്രൻസിലേക്ക് കടക്കുകയാണ്. ആക്ച്വലി ഞാൻ ഒരു തവണ ഇവിടെ വന്നിട്ടുണ്ട്. ചിന്നു ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. ഒരു വട്ടം ഇവിടെ വന്നിട്ട് നമുക്ക് അത്രയും എക്സ്പ്ലോർ ചെയ്യാനോ അവിടെ കാണാനൊന്നും പറ്റിയില്ല. നമ്മൾ ഈ കാണുന്ന പോലെ എക്സ്പോ സിറ്റിയുടെ മെയിൻ എൻട്രൻസിൽ ദുബായ് എക്സിബിഷൻ സെന്റർ എന്ന് ഉള്ള ഒരു ബോർഡൊക്കെ നമുക്ക് കാണാം. ഈ കാണുന്ന പോലത്തെ ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പൊ ടൈം ഏകദേശം ഒരു 5:30 ആയിട്ടുണ്ട്. ഇപ്പോൾ സീസൺ ക്ലൈമറ്റ് മാറി വിന്റർ സീസൺ സ്റ്റാർട്ട് ആയതുകൊണ്ട് ഒരു 5 o'clock 5:30 ഒക്കെ ആകുമ്പോൾ തന്നെ ഇവിടെ ഏകദേശം സൺസെറ്റ് സ്റ്റാർട്ട് ആവുന്ന ഒരു ടൈമാണ്. നമ്മള് ബാക്കിലുള്ള ആ മെട്രോ സ്റ്റേഷൻ എൻട്രൻസ് കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരുമ്പോൾ ഒരു മനോഹരമായ കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പൊ കുറച്ചു നേരം മുൻപ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇപ്പോൾ ഇവിടുത്തെ സീസൺ ചേഞ്ച് ആയിക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവിടെ ടൈം ഏകദേശം 5:45 ആയിട്ടുള്ളൂ. പക്ഷെ ഏകദേശം ഒരു സൺസെറ്റിന്റെ ഒരു ടൈമിങ്ങിലേക്ക് ഇവിടെ ഇത് മാറിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പൊ ബാക്ക്ഗ്രൗണ്ടിലെ ലൈറ്റുകളൊക്കെ പയ്യെ ഓൺ ആയിട്ട് അതിന്റെ ഒരു ബ്യൂട്ടിഫുൾ ഇലുമിനേഷന്റെ ഒരു സെറ്റപ്പിലേക്കൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇവിടുന്ന് നമ്മൾ ഈ ഒരു എൻട്രൻസിൽ നിന്ന് നടന്നു വന്നിട്ട് പിന്നെ നമ്മളിങ്ങനെ ബാക്കോട്ട് വന്നു കഴിഞ്ഞാലാണ് ഈ എക്സ്പോ 2020 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു എക്സ്പോ സിറ്റിയുടെ മെയിൻ ഒരു എൻട്രൻസ് പോയിന്റ്. അപ്പൊ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പോലെ ഈ എൻട്രൻസിന്റെ ഇരുവശങ്ങളിലായിട്ട് ഓരോ രാജ്യങ്ങളുടെ കൊടികൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. അതിൽ നമ്മുടെ ഇന്ത്യയുടെ കൊടിയടക്കം ഉണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു കൊടിയുടെ ഒരു മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പോ 2020 ആക്ച്വലി നമ്മൾ എക്സ്പോ കണ്ടക്ട് ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞ 2021 കൊറോണയ്ക്ക് ശേഷമാണ് നമ്മൾ എക്സ്പോ 2020 കണ്ടക്ട് ചെയ്തത്. അപ്പൊ ആ സമയത്ത് UN അംഗീകരിച്ചിട്ടുള്ള ഏകദേശം ഒരു 192ഓളം രാജ്യങ്ങൾ ഈ എക്സ്പോയിൽ പങ്കെടുത്തായിരുന്നു. അപ്പൊ ആ കൺട്രികളെ റെപ്രസെന്റ് ചെയ്യുന്ന അവരുടെ കൊടികളാണ് നമ്മൾ ഈ ബാക്കിൽ കാണുന്നത്. ഏകദേശം 192ഓളം രാജ്യങ്ങൾ ഈ എക്സ്പോയിൽ അന്ന് പങ്കെടുത്തു, പാർട്ടിസിപ്പേറ്റ് ചെയ്തെന്നാണ് നമുക്ക് അതിന്റെ എക്സ്പോനെ കുറിച്ച് നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോഴും അതിനെ കുറിച്ചിട്ടുള്ള വീഡിയോസിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ നമ്മുടെ ഇന്ത്യ പങ്കെടുത്തിട്ടുണ്ട്, പിന്നെ ഗൾഫ് രാജ്യങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു എക്സ്പോന്റെ ഏറ്റവും സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, എക്സ്പോ എന്ന് പറയുന്നത് വേൾഡിൽ നിരവധി ടൈമിൽ പല പല ടൈമിൽ ഫ്രീക്വൻസിയിൽ നടന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് അറിയാവുന്ന പോലെ പാരീസ് അവിടെ നടന്നിട്ടുള്ള ഒരു വലിയ എക്സ്പോന്റെ ഒരു റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ഒരു എൻട്രൻസിന്റെ ഭാഗമാണ് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ഈഫൽ ടവർ എന്ന് പറയുന്നത്. ഈഫൽ ടവർ ശരിക്കും ഒരു 20 years കഴിഞ്ഞിട്ട് അത് പൊളിച്ച് കളയാം, ഡിസ്മാൻഡിൽ ചെയ്യാം എന്നുള്ള ഒരു പ്ലാൻ ആയിരുന്നു. പക്ഷെ അതിപ്പോ അത് ഒരു റേഡിയോ ട്രാൻസ്മിറ്റർ ഒക്കെ ആയിട്ട് അത് യൂസ് ചെയ്തിട്ട് ഇപ്പോഴും അത് വളരെ ഐക്കോണിക് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആയിട്ട് നമ്മുടെ പിന്നിലുണ്ട്. അതുപോലെ തന്നെ ഈ എക്സ്പോ സിറ്റിയിൽ അവരുടെ ആ ഒരു എക്സ്പോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പർപ്പസ് കഴിഞ്ഞിട്ട് ആ എക്സ്പോ സിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഇപ്പൊ UAE ഇപ്പൊ നമ്മൾ കാണുന്ന പോലെ വിന്റർ സിറ്റി, ക്രിസ്മസിന്റെ ഇവന്റ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന ഒരു വിന്റർ സിറ്റി, അതല്ലെങ്കിൽ ഗ്ലോബലി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും മീറ്റിംഗ്സുകൾ, വലിയ വലിയ ഇവന്റ്സ് കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്ന ഒരു എക്സിബിഷൻ സെന്റർ, ഒരു മീറ്റിംഗ് സെന്റർ, അക്കോമഡേഷൻ, ഹോട്ടല്,
അങ്ങനത്തെ ഒരു ഏരിയ ആയിട്ട് ഈ ഒരു ഏരിയനെ കൺവേർട്ട് ചെയ്തത്. അപ്പൊ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് വന്ന് ആ എക്സ്പോ സിറ്റിയുടെ എൻട്രൻസിന്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു പ്ലേസ് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം. ചിന്നു ഇവിടെ നിൽക്കുന്നുണ്ട്. ചിന്നു ഒരു ടാസ്ക് തരട്ടെ, ഇന്ത്യയുടെ കൊടി കണ്ടുപിടിക്കാൻ പറ്റുമോ? 192 രാജ്യങ്ങൾ ഇതിലുണ്ടെന്നാ പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് നമ്മുടെ ഇന്ത്യയുടെ കൊടി എവിടെ നിന്ന് കണ്ടുപിടിക്കാൻ ഒരു ടാസ്ക് ഞാൻ ചിന്നുവിന് കൊടുത്തിട്ടുണ്ട്. നോക്കട്ടെ എത്ര ടൈം എടുക്കുമെന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പോ ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് ഇവിടെ. ടെമ്പറേച്ചർ ഒക്കെ വളരെ നോർമലി, സാധാരണ ഈ ടൈമിൽ സമ്മർ സീസണിൽ നമ്മൾ ഭയങ്കര സ്വെറ്റ് ഹ്യൂമിഡിറ്റി ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങനെ പുറത്തേക്ക് തന്നെ ഇറങ്ങാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നില്ല. പക്ഷെ ഇപ്പൊ നല്ല സൂപ്പർ ക്ലൈമറ്റ് ആണ് ഇവിടെ. അപ്പൊ അത് ഫാമിലീസ് ഒക്കെ സൺഡേ കൊണ്ട് തന്നെ എല്ലാവരും വന്ന് അവര് ഫാമിലീസിന്റെ ഒപ്പം ഈ ഒരു വിന്റർ സിറ്റിയുടെ കാഴ്ചകൾ കാണാൻ വേണ്ടിട്ട് ഇവര് വന്നിട്ടുണ്ട്. ചിന്നു എന്തായി? ഓക്കെ, അപ്പൊ നമ്മൾ കാണുന്ന പോലെ ഓരോ രാജ്യങ്ങളിലെ കൊടി ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്ന കൊടി ഇങ്ങനെ അവിടെ കാണാം. ചിന്നു ഇങ്ങനെ തപ്പിക്കൊണ്ട് കിടക്കുക കേട്ടോ. ശരിക്കും മാറിയിട്ടുണ്ടോ? നോക്കട്ടെ. ഓക്കെ, അങ്ങനെ നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗ് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇറ്റ്സ് ആക്ച്വലി ഒരു പ്രൈഡ് മൂമെന്റ് ആണ് ഇത്. നമുക്ക് പ്രൗഡ് മൂമെന്റ് എന്ന് പറയാം. കാരണം ഇത്രയും രാജ്യങ്ങൾ റെപ്രസെന്റ് ചെയ്തിട്ട് ഉള്ളൊരു ഫംഗ്ഷനിൽ അല്ലെങ്കിൽ ഒരു ഇവന്റിൽ നമ്മുടെ ഇന്ത്യ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അവരുടെ ഒരു പവലിയൻ ഇവിടെ കണ്ടക്ട് ചെയ്ത് അതിന്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ നമുക്ക് നെറ്റിൽ കിട്ടുന്നതാണ്. ആക്ച്വലി എനിക്ക് അതിൽ പങ്കെടുക്കാനോ അതിൽ വരാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായില്ല. പക്ഷെ എന്റെ ബ്രദർ ഈ എക്സ്പോന്റെ ടൈമിൽ ഇവിടെ വന്നിട്ട് അതിൽ എക്സ്പ്ലോയിറ്റ് ചെയ്തായിരുന്നു. ആള് പറഞ്ഞത് വളരെ അടിപൊളിയായിട്ട് തന്നെയാണ് ഈ ഒരു എക്സ്പോ ദുബായ് കണ്ടക്ട് ചെയ്തത്. കൊറോണയുടെ പാൻഡമിക് സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിനുശേഷം ആ ഒരു ടൈം പീരീഡിൽ മേ ബി അവർ എക്സ്പെക്ട് ചെയ്ത ആ ഒരു സക്സസ് അല്ലെങ്കിൽ ആ ഒരു അത്രയും ആൾക്കാരുടെ ഒരു പാർട്ടിസിപ്പേഷൻ ഇല്ലെങ്കിൽ കൂടി ഓൾമോസ്റ്റ് അവർ ഉദ്ദേശിച്ച ആ ഒരു സക്സസിലേക്ക് അവർക്ക് എത്താൻ പറ്റിയെന്നാണ് നമുക്ക് എല്ലാ അതിന്റെ റെക്കോർഡ്സുകളിൽ നിന്നും ഫോട്ടോസും വീഡിയോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ഓക്കെ, നമുക്കങ്ങനെ ആ വിന്റർ സിറ്റിയിലേക്ക് പോവാം, അവിടുത്തെ കാഴ്ചകൾ കാണാം. ഓക്കെ, ഇതാണ് നമ്മൾ ഇപ്പോഴുള്ള ഈവന്റിന്റെ ഒരു ടിക്കറ്റ് കൗണ്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് നമ്മൾ 2 ടിക്കറ്റ് പർച്ചേസ് ചെയ്തു. അപ്പൊ ഈ ടിക്കറ്റിന്റെ റേറ്റ് എന്ന് പറയുന്നത് 50 ദിറംസ് ആണ്. ഇതേ സെയിം ടിക്കറ്റ് നമ്മളിപ്പോ ഓൺലൈൻ വാങ്ങുകയാണെങ്കിൽ ഒരു 40 ദിറംസിന് പെർ ഹെഡ് ടിക്കറ്റ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഇത് വിന്റർ സിറ്റി, ഇതിന്റെ ക്രിസ്മസിന്റെ ആ ഒരു സീസണിലെ വിന്റർ സിറ്റിയുടെ ഒരു എൻട്രൻസ് ആണ്. അപ്പൊ ഈ ടിക്കറ്റിൽ നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഇതില് ആ ഒരു വിന്റർ സിറ്റി പ്ലസ് അൽവാസൽ പ്ലാസ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഒരു ഡോം ഏരിയ ആണെന്നാണ് എൻ്റെ ഒരു ഐഡിയ. ആ ഡോം ഏരിയയിൽ 360 ഡിഗ്രിയിൽ ഒരു അടിപൊളി ഇലുമിനേഷൻ ഷോ നമുക്ക് കാണാൻ പറ്റും. എന്തായാലും നമുക്കത് അകത്തേക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ എന്തായാലും എക്സ്പ്ലോർ ചെയ്യും. ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് അതിന്റെ ഉള്ളിലേക്ക് കിടക്കുകയാണ്. ഓക്കെ, ചിന്നു ആ ഒരു ടാഗ് കാണിച്ചു കൊടുത്ത് കയ്യിലത്തെ. ഓക്കെ, നമ്മളിവിടെ ദുബായിൽ കുറെ ഈവന്റ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ ഒരു മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ പാർട്ടിസിപ്പൻസിന് ഇവരൊരു ഇതുപോലെ ഒരു ടാഗ് കൊടുക്കും. എനിക്കും കിട്ടിയിട്ടുണ്ട്. ഈ ടാഗ് നമുക്ക് ഇവിടുത്തെ ഓരോ ഏരിയയിലേക്കുള്ള ഒരു ആക്സസ് കാർഡ് പോലെയാണ്. അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് പോകാം. ഓക്കെ, നമ്മളിവിടെ വരുമ്പോൾ നല്ല മനോഹരമായിട്ട് ക്രിസ്മസിന്റെ ഇലുമിനേഷൻ ലൈറ്റുകൾ, ചെറിയ ചെറിയ ക്രിസ്മസ് ട്രീസ്, അതുപോലെ കുറെ ടെഡി പാണ്ടാസ്, ടെഡി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സൺഡേ കൊണ്ട് തന്നെ ദുബായിൽ സൺഡേ ആണ് ഹോളിഡേ വരുന്നത്. അപ്പൊ ഫാമിലി ആയിട്ട് തന്നെ കുറെ പേര് ഇവിടെ വന്നിട്ടുണ്ട്. ഫുഡ് കോർട്ടുകൾ കാണാൻ പറ്റും, ടെഡി ഷോപ്പുകൾ, ഗെയിം പോയിന്റ്സ്, ഐസ്ക്രീം ഷോപ്പുകള്. Hi. Hello, Merry Christmas. Thank you. Same to you. ഞാൻ നേരത്തെ വീഡിയോന്റെ തുടക്കത്തിൽ നമ്മുടെ പാരീസിലെ ഈഫൽ ടവറിനെ പറ്റിയിട്ട് പറഞ്ഞായിരുന്നു. കാരണം ഈ എക്സ്പോ എന്ന് പറയുന്ന സംഭവം വേൾഡില് പല തവണയായിട്ട് നടന്നിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിൽ നടന്നിട്ടുണ്ട്. മേ ബി അത് സ്റ്റാർട്ട് ചെയ്തത് തന്നെ നമ്മുടെ യൂറോപ്യൻ രാജ്യങ്ങളാണ്. പിന്നെ അത് പല സ്ഥലങ്ങളിൽ കണ്ടക്ട് ചെയ്ത്. അപ്പൊ അന്ന് നടന്ന ആ ഒരു എക്സ്പോയില്, പാരീസിൽ നടന്ന എക്സ്പോന്റെ ഒരു എൻട്രൻസ് ആയിരുന്നു ഈഫൽ ടവർ. പിന്നെ അത് ആ ഒരു രാജ്യത്തിന്റെ തന്നെ ഒരു ഐക്കോണിക്
ടവറായിട്ട് മാറി. അതിപ്പോഴും അങ്ങനെ നിലനിൽക്കുന്നു. ഇപ്പൊ നമ്മുടെ ദുബായിൽ മിഡിൽ ഈസ്റ്റ് ഫസ്റ്റ് ഒരു എക്സ്പോ കണ്ടക്ട് ചെയ്ത സമയത്ത് ഈ ഒരു ഡോം കാണുന്ന ഇതുണ്ട്, വീഡിയോയിൽ നമ്മൾ കാണുന്ന ഈ ഒരു ഡോം എന്ന് പറയുന്നത്, ആ ഡോം എന്ന് പറയുന്ന ഈ എക്സ്പോ സിറ്റിയുടെ വളരെ ഐക്കോണിക് ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിരുന്നു. കാരണം ഇവിടെയായിരുന്നു മെയിൻ ഒരു സ്റ്റേജ്, അതിന്റെ ഉള്ളില് ഒരു ലൈറ്റിംഗ് ഷോ കാര്യങ്ങളൊക്കെ. അതിപ്പോഴും അവരത് അങ്ങനെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നടക്കുന്ന ഓരോ ഫംഗ്ഷൻസും മെയിൻ ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ഒരു ഇവന്റ് എന്നൊക്കെ പറയുന്നതാണ്. ഇത് ക്രിസ്മസിന്റെ സാന്റയുടെ ഇത് കാണാം നമുക്ക്. സാന്റ ട്രാവൽ ചെയ്യുന്ന ആ ഒരു വാഹനത്തിന്റെ ആ ഒരു കൾച്ചർ ഇവിടെ അവര് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ആൾക്കാർ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും ഇങ്ങനെ ലൈൻ നിന്നിട്ട് കുട്ടികൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. വീഡിയോയിൽ കാണുന്ന പോലെ സാന്റയുടെ വാഹനത്തിന് പിന്നിൽ നിറയെ ഗിഫ്റ്റ് ബോക്സുകളൊക്കെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് വിന്റർ സിറ്റിയുടെ മെയിൻ പ്ലേസ് ആയിട്ടുള്ള വെന്യൂ ആയിട്ടുള്ള അൽവാസൽ പ്ലാസയുടെ തൊട്ടടുത്തെത്തി. നമുക്കിനി അവിടുത്തെ കാഴ്ചകൾ കാണാം. അൽവാസൽ പ്ലാസയുടെ അകത്തുള്ള മനോഹരമായ കാഴ്ചകൾ കണ്ട് നമ്മൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതിനേക്കാൾ മനോഹരമായ കാഴ്ചകളാണ് നമ്മളെ പുറത്ത് നമ്മളെ കാത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണെന്ന് കാണാം. നമ്മളിപ്പോൾ ഈ കാണുന്നത് അൽവാസ പ്ലാസ എന്നുള്ള ആ ഒരു ഡോം ഷേപ്പിലുള്ള ആ ഒരു സ്ട്രക്ചറിന്റെ ഔട്ട് സൈഡുള്ള ഒരു ഏരിയ ആണ്. ഇതൊരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഏരിയ ആണ്. നമുക്കിങ്ങനെ ചുറ്റും നടന്നിട്ട് തിരിച്ച് നമുക്ക് ആ ഒരു മെയിൻ എൻട്രൻസിന്റെ ആ ഒരു ഭാഗത്തേക്ക് വരാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഈ ഒരു വാക്ക് വേയിൽ നടന്നു പോകുമ്പോൾ നമുക്ക് നിറയെ പ്ലേ സ്റ്റേഷൻസ്, കുറെ ഗെയിം പോയിന്റുകൾ, അങ്ങനെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇൻവോൾവ് ആകാൻ പറ്റിയ കുറെ എന്റർടൈൻമെന്റ് പ്ലേസുകൾ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് നമ്മൾ തിരിച്ച് വീണ്ടും അൽവാസ പ്ലാസയുടെ അകത്തേക്ക് വന്നിരിക്കുന്നതാണ്. കാരണം ഇപ്പോഴാണ് ഇവിടെ സ്നോഫോളിന്റെ ആ ഒരു ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത്.
അങ്ങനെ നമ്മൾ വിന്റർ സിറ്റിയിലെ അടിപൊളി സ്നോഫോൾ കണ്ടു, ലൈറ്റ് ഷോസ് കണ്ടു, കരോൾ ഡാൻസ് എല്ലാം എൻജോയ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ ആകെ മീറ്റ് ചെയ്യാൻ ബാക്കിയുള്ള ഒരൊറ്റ ആളാണ്. ക്രിസ്മസിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആരാണ്? സാന്റാക്ലോസ്. അപ്പോൾ സാന്റയെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. സാന്റയുടെ ഫാമിലിയോട് കൂടിയാണ് ഇവിടെ ഉള്ളത്, ഈ വിന്റർ സിറ്റിയിലുള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഫാമിലി ആയിട്ടുള്ള വന്നിട്ടുള്ള ആൾക്കാർ സാന്റയുടെ ഫാമിലിയോട് കൂടെ ഇരുന്ന് ഫോട്ടോസ് എടുക്കുന്നു, അടിപൊളി മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വിന്റർ സിറ്റിയിലെ കാഴ്ചകളും ഡാൻസും പാട്ടും സാന്റാക്ലോസും എല്ലാം കണ്ട് നമ്മൾ ആസ്വദിച്ച് പിന്നെ നേരെ ആളുകളെല്ലാം പോകുന്നത് ഈ ഒരു ഫുഡ് സ്പോട്ടിലേക്കാണ്. ഇവിടെ ചെറിയ ചെറിയ വണ്ടികളുടെ ഷേപ്പിൽ ചെറിയ ചെറിയ ഫുഡ് സ്പോട്ടുകൾ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. അപ്പോൾ ആളുകൾ ഫാമിലി ആയിട്ട് വന്ന് ഇങ്ങനെ ഫുഡൊക്കെ എൻജോയ് ചെയ്തിട്ടാണ് തിരിച്ച് വീടുകളിലേക്ക് പോകുന്നത്. ഹലോ, അപ്പോൾ നമ്മുടെ വിന്റർ സിറ്റിയിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോവാണ്. നമ്മൾ ഏകദേശം ഒരു 1.5 മണിക്കൂറോടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവില്ലേ. നമ്മളൊന്ന് ടൈം കുറച്ച് ഇതാണ്, നാളെ ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് തന്നെ അധികം കുറെ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്തില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു 2 hourനോ അതിലൊക്കെ സ്പെൻഡ് ചെയ്യാനുള്ളത് കാണാനുണ്ട്. ആക്ച്വലി ഒരു ഇത്രയും കൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ ഒരു 4 o'clock ഒക്കെ നമ്മൾ വന്നിരുന്നു വെച്ചെങ്കിൽ അതെ തന്നെ എക്സ്പോ സിറ്റിയുടെ ഇപ്പൊ ഈ വിന്റർ സിറ്റിയുടെ ലൊക്കേഷൻ അല്ലാണ്ട് എക്സ്പോ സിറ്റിയുടെ സറൗണ്ടിങ്ങിൽ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി പ്ലേസുകളുണ്ട്. പണ്ട് നിങ്ങൾ എക്സ്പോന്റെ വീഡിയോസും അവരുടെ സ്റ്റാറ്റസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ കാണാം, നല്ല അടിപൊളി ലൊക്കേഷൻസ്, കുറെ ഫോട്ടോ സ്പോട്ടുകളൊക്കെ ഉണ്ട്. അവിടെ വന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം, വീഡിയോസ് എടുക്കാം, റീൽസ് ഒക്കെ ചെയ്യാം. അപ്പൊ നമ്മൾ വന്ന് കുറച്ച് ലേറ്റ് ആയി. അപ്പൊ അതുകൊണ്ട് നമ്മൾ നാളെ ഡ്യൂട്ടി ഒക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഇവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യാണ്. ചിന്നു, എങ്ങനെയുണ്ടായിരുന്നു എക്സ്പെക്ടേഷൻ? ഒരു ക്രിസ്മസിന്റെ വൈബായി അല്ലേ? എനിക്ക് തോന്നുന്നു നമ്മളൊരു നാട്ടില് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇത്ര കളർഫുൾ ഒരു ക്രിസ്മസ് സെലിബ്രേഷന്റെ ഒരു ആംബിയൻസ് എനിക്ക് തോന്നുന്നു ഇതാണ് നമ്മുടെ ലൈഫിൽ. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇവിടെ ആയിരിക്കും എക്സ്പ്ലോർ ചെയ്യേണ്ടത് അല്ലെ? കാരണം നാട്ടില് ഞാൻ എറണാകുളത്ത് ജനിച്ചു വളർന്ന ആളാണ്. ചിന്നു തൃശ്ശൂരിലാണ്. തൃശ്ശൂർ ഇപ്പൊ ഓൾറെഡി ബോണ്ണത്താലെ തൃശ്ശൂർ റൗണ്ടിൽ സാന്റകൾ വരുന്നു, ഗിന്നസ് വേൾഡ് റെക്കോർഡുള്ള സാന്റാസ് പങ്കെടുത്ത പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതൊരു പ്രത്യേകിച്ച് ഒരു ഗൾഫ് കൺട്രിയിൽ അതില് എനിക്ക് ഏറ്റവും ഇപ്പൊ ചിന്നു പറഞ്ഞപ്പോ ഒരു ഇതായിട്ടുള്ള ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിന്റർ സിറ്റിയുടെ ഉള്ളിൽ നിറച്ച് സാന്റായും ക്രിസ്മസിന്റെ ഒരു അറ്റ്മോസ്ഫിയറിന്റെ ഉള്ളിൽ ഈ രാജ്യത്തിന്റെ ഒരു റിലീജിയസ് കൾച്ചറിന്റെ ഭാഗമായിട്ടുള്ള വാങ്ക്, ഒരു 7 മണിക്ക് അവർ വാങ്ക് വിളിക്കുന്ന ഒരു സോങ്, ബാക്കി എല്ലാ ഇതും അവർ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇതേ സെയിം ലൊക്കേഷനിൽ വാങ്ക് വിളിക്കുന്ന ഒരു സ്പീക്കറിൽ കൂടി നമ്മൾ കേട്ടു. അപ്പൊ ഈ ഒരു രാജ്യത്തിന്റെ മറ്റു മതങ്ങളോടുള്ള ഒരു അപ്രോച്ചും അവരുടെ ഒരു റെസ്പെക്ട് ഒക്കെ നമുക്ക് അങ്ങനെ മനസ്സിലാവുന്നത്. അപ്പൊ ഇനിയൊരു പുതിയ വീഡിയോയിൽ നമുക്ക് കാണാം. ക്രിസ്മസിന്റെ കാഴ്ചകൾ ഇനിയും ഉണ്ട്. അപ്പൊ ദുബായിൽ ക്രിസ്മസിന്റെ കാഴ്ചകൾ ഇനിയും നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ പുതിയ വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.